ഗൈസ് വെൽക്കം ബാക്ക് ടു ക്രിപ്റ്റോസാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് യൂട്യൂബ് വീഡിയോ വന്നിട്ട് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളായി BTC 60K അത് പ്രീവിയസ് റെസിസ്റ്റൻസിന്റെ അടുത്തേക്ക് തന്നെ നിൽക്കുകയാണ്. നമ്മൾ എല്ലാവരും ഒന്നും അടുത്ത മട്ടിലാണ്. ഞാൻ ഇന്നലെ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചപ്പോൾ എല്ലാവരും പറയാണ് റീഅക്യുമുലേഷൻ ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ടില്ല. ഇത് ശരിക്കും കുറെ ആളെ ഫീൽഡ് ഔട്ട് ആക്കുമല്ലോ. എങ്ങനെയാണ് ഓരോ ബുൾ മാർക്കറ്റ് വരുന്നതിന് മുമ്പ് ഇവരൊക്കെ പിടിച്ചെന്നത്? പ്രത്യേകിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ബിഫോർ 2020 മുമ്പ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് വൻ ഫ്രോഡാണെന്നും അല്ലെങ്കിൽ തീരെ അഡാപ്റ്റേഷൻ ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് പോലും എത്രയോ എക്സ്ചേഞ്ചുകളൊന്നും ഇല്ല, അത്ര വോള്യൂം ഇല്ല. ആ സാഹചര്യത്തിൽ റീഅക്യുമുലേഷൻ പീരീഡ് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് പിടിച്ചു നിന്നിട്ട് ഒരു ഈ ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ചെറിയ വാല്യൂ ഇത്രത്തേക്ക് ഹൈ വരെ ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഫ്യൂച്ചർ എന്നുള്ള കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്റെ ഹോൾഡ് ചെയ്യും ആ ഒരു കോയിനോടുള്ള പൊട്ടൻഷ്യൽ, ആ ഒരു ചിന്തയും പിന്നെ ഒരു വിശ്വാസവും തന്നെയാണ്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റീഅക്യുമുലേഷൻ ആണെങ്കിൽ പോലും ബിറ്റ് കോയിൻ പോലുള്ള കോയിൻസിലേക്ക് നമ്മൾ കാണിക്കുന്ന ട്രസ്റ്റ് ആണ്. പ്രത്യേകിച്ച് 16K നമ്മൾ കണ്ടതാണ്. അന്ന് ഏകദേശം 60K, ഉദാഹരണത്തിന് മൈക്രോ സ്ട്രാറ്റജിയൊക്കെ ആ സമയത്ത് നമുക്കറിയാം 50K എന്നും 60K എന്നൊക്കെ ഒരുപാട് കോടിക്കണക്കിന് രൂപയാണ് അവരൊക്കെ ആ സമയത്ത് ബൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എൽ സാൽവദർ പോലുള്ള കൺട്രി ഒരു 40K അല്ലെങ്കിൽ 45K BTC ഉണ്ടാകുന്ന സമയത്താണ് അതിന്റെ ലീഗൽ ടെൻഡർ ആക്കിയതും ഒരുപാട് ടാക്സ് മണി വെച്ചിട്ട് അവർ ബിറ്റ് കോയിൻ അക്യുമുലേറ്റ് ഒക്കെ ചെയ്തത്. ആ ഒരു കൺട്രി എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ 16K ഉള്ള സമയത്ത് അവർ ഫേസ് ചെയ്ത ചലഞ്ച് എന്തായിരിക്കും? അവർ എത്ര ആളോട് ഉത്തരം പറഞ്ഞിരിക്കും? മൈക്രോ സ്ട്രാറ്റജിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബിറ്റ് കോയിൻ വാങ്ങാം അല്ലെങ്കിൽ 50K എന്നും 45K എന്നൊക്കെ ബിറ്റ് കോയിൻ വാങ്ങാന്നുള്ള ഡിസിഷൻ എടുത്ത ആളുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം 16K എടുക്കുന്നു, അത്രയും ബാഡ് ന്യൂസ് എത്തുന്നു. എന്നിട്ട് പോലും അവർ റീബൈ ചെയ്തുകൊണ്ടിരുന്നു. അവർ 25K എന്ന് 30K എന്ന് വീണ്ടും റീബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 60K എത്തുമ്പോൾ നമ്മൾക്കറിയാം ഈ പറയുന്ന ബ്ലാക്ക് റോക്ക് ആയാലും മൈക്രോ സ്ട്രാറ്റജി ഇവരാരും ഒന്നും സെല്ല് ചെയ്തിട്ടില്ല, സ്റ്റിൽ സെല്ല് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഓപ്ഷൻ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വളരെ തുച്ഛമായ ഒരു കോയിൻസ്, വളരെ തുച്ഛമായ എമൗണ്ടിൽ നമ്മൾ ഈ കാണിക്കുന്ന ഈ പറയുന്ന പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ട ഒരു കാര്യം ഞാൻ മുമ്പേ പറയുന്നതാണ്. അതിന്റെ ഇലക്ട്രിക് കോസ്റ്റ് എന്ന് പറയുന്നത് 72K വരുന്നു. അതിന്റെ ഫുൾ ചെലവ്, മൈനിങ്, അതിന്റെ റെന്റ് ആയാലും അതിന്റെ ഫുൾ ചാർജ്, പ്രത്യേകിച്ച് ഈ ബിറ്റ് കോയിൻ മൈനിങ്ങിന്റെ ഒക്കെ ഫുൾ ചാർജ് ഏകദേശം 72. പല കൺട്രികളിൽ അത് 80K മുകളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് മുമ്പേ പറയുന്ന ഒരു വിഷയം, ഒരു ചെയർ ഉണ്ട്, ആ ചെയറിന്റെ വുഡിനുണ്ട് 5 രൂപ, അല്ലെങ്കിൽ അതിന്റെ മറ്റു കോസ്റ്റ് എല്ലാം കൂടി ആ ചെയറിന്റെ ചാർജ് എന്ന് പറയുന്നത് ഉണ്ടാക്കാനുള്ള ചാർജ് 12 രൂപയും ഇപ്പൊ ആമസോണിൽ അത് 4 രൂപക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫർ, ഒരു കുറച്ച് നാളത്തെ ഓഫറായിട്ട് ഒരു 4 അല്ലെങ്കിൽ ഒരു 4-5 രൂപക്ക് കിട്ടുന്ന സാഹചര്യത്തിലാണ് ബിറ്റ് കോയിൻ കറന്റ് ഉള്ളത്. കാരണം അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫുൾ 72 അല്ലെങ്കിൽ 75K നിൽക്കുമ്പോൾ പ്രീവിയസ് ഓൾ ടൈം അതിന്റെ മെയിൻ റെസിസ്റ്റൻസ് ആയ 60K 6 മാസമായിട്ട് ബിറ്റ് കോയിൻ നിൽക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റീഅക്യുമുലേഷൻ ഫേസിൽ തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യം, എത്ര ആൾക്കാർ സത്യം പറഞ്ഞ ക്രിപ്റ്റോയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്? ഇല്ല, വളരെ തുച്ഛമായ ആൾക്കാർ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഇതേ സമയത്ത് ഒരു 3-4 മാസം കഴിഞ്ഞ് ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈ, അല്ലെങ്കിൽ ഷിബ്, ഡോജ് പോലുള്ള കോയിൻസ് ഒക്കെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഷിബ് എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടാല് ഇന്ന് പറയുന്ന ഇപ്പൊ 1K 2K കാണുന്നതിന് പകരം ഒരു 5K ആൾക്കാർ വ്യൂ ചെയ്യും. അവിടെയാണ് നമ്മൾ ഈ സമയത്ത് നിൽക്കുന്ന ടീംസും ആ ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാവുമ്പോൾ റീഅക്യുമുലേറ്റ് ചെയ്യുന്ന ടീമിന്റെ ഡിഫറൻസ്. അപ്പൊ ഈ സമയത്ത് ഇവിടെ നിൽക്കണമെങ്കിൽ സ്ട്രഗിൾ ചെയ്യണം, കുറെ ഡിപ്പ് കാണും, കുറെ ഇതൊക്കെ നമ്മള് പോർട്ട്ഫോളിയോ ഡൗൺ ആയിട്ട് കാണും. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ തിരിച്ചു വന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ബൈ ചെയ്യുമ്പോൾ ഡോജ് ഇപ്പോൾ ഒരു 10 രൂപക്ക് ബൈ ചെയ്ത് 15 രൂപയായിട്ട് കാണാം. പക്ഷെ അവർ സെല് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് 5 രൂപക്ക് അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് 15 രൂപയിൽ നമ്മൾ അതിന്റെ ഡബിൾ ആയിട്ട് സെല് ചെയ്ത് ഓഫ് ചെയ്തിട്ട് മാറുമ്പോഴായിരിക്കും അവർ വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലുള്ള സാഹചര്യമാണ് എയർ ഡ്രോപ്പ് പോലുള്ളത്. പ്രത്യേകിച്ച് എല്ലാ എയർ ഡ്രോപ്പിലും തലയിടരുതെന്ന് ഞാൻ വീണ്ടും പറയാണ്. കാരണം നിങ്ങൾക്ക് ആ ട്രസ്റ്റ് പോയി. ഇപ്പൊ ഒരു 100 എയർ ഡ്രോപ്പ് വന്ന് 100 എയർ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മടുത്തു ഒഴിവായി. അതിൽ തന്നെ സെലക്റ്റഡ് ആക്കിയിട്ട് ഇപ്പൊ 100, പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പ്രത്യേകം പറയാണ്, ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ ഫേക്ക് കോയിൻസിന്റെ മേളയായിരിക്കും. ആയിരക്കണക്കിന് ആള്, പ്രത്യേകിച്ച് നമ്മളെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ എയർ ഡ്രോപ്പിലേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ ഫ്രീ ചെയ്ത് പിന്നെ നമുക്കൊരു ധാരണ, ഒരു ഫ്രീ വേണ്ട, ഒരു $5 അല്ലേ $6 അല്ലേ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് $6 ഒരു 10 എണ്ണം ചെയ്യുമ്പോൾ തന്നെ $60 ആവും. അപ്പൊ അങ്ങനെ $70 $80. പ്രത്യേകിച്ച് ഈ ഓൾ ടൈം ഹൈയിലേക്ക് എടുക്കുന്ന സമയത്ത് എയർ ഡ്രോപ്പിന്റെ കളികളായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ എല്ലാ എയർ ഡ്രോപ്പിലേക്ക് പോവാണ്ട് വളരെ സ്പെസിഫിക് ആയിട്ട് കൺഫർമേഷൻ ചെയ്തത് കുറെ ഹിസ്റ്ററി നോക്കി റീട്വീറ്റ് ചെയ്ത് ബാക്കപ്പ് ഉള്ള ടീംസ് ആരൊക്കെയാണ്,
കുറേയും കൂടി നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒന്ന്. അതും ചിലപ്പം പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളത്, എന്നാലും കുറേയും കൂടി സ്റ്റഡി നടത്തിയിട്ട് അതിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എയർ ഡ്രോപ്പിന്റെ മേലെയായിരിക്കും. ഒരു വട്ടം ചെയ്യാൻ നോക്കി 100 ചെയ്ത് പിന്നെ നമ്മൾ മടുക്കും. പയ്യെ നോക്കുമ്പോൾ 500 രൂപ, നമ്മൾക്ക് $500 ചെലവായി എയർ ഡ്രോപ്പ് കിട്ടിയത് $200 പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ പ്രീമിയം മെമ്പേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഗ്രൂപ്പിലും എന്തായാലും അത് ഇടയ്ക്കിടയ്ക്ക് അവൈലബിൾ ആക്കി മോർ ഫോക്കസ് പ്രീമിയം ഗ്രൂപ്പിലായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ 10x പൊട്ടൻഷ്യൽ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയാണ്. റീഅക്യുമുലേഷൻ എന്ന് പറയുന്നത് മാർച്ച് തുടങ്ങി ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഏകദേശം 6-ാം മാസത്തിലേക്ക് അടക്കുകയാണ്. ഈ 6 മാസത്തിന്റെ അടുത്ത് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ട് 6 മാസമായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ജാനുവരി ഹൈക്ക് ശേഷം ഏകദേശം 6 മാസമായി ആൾട്ട് കോയിൻ ഫുള്ളായിട്ട് ഡൗൺ ആണ്. ഞാൻ നമ്മൾ ഫൈനൽ ഫേസ് ഓഫ് റീഅക്യുമുലേഷൻ സമയത്ത് സ്പെഷ്യൽ ആയിട്ട് എല്ലാ കോയിൻസിലും ഇടലില്ല. അതിന് അർത്ഥമില്ല. നമുക്ക് പ്രത്യേകിച്ച് ക്രിപ്റ്റോ മാർക്കറ്റിൽ തന്നെ ശരിയാണ്, പണ്ട് പേര് കേട്ട കോയിൻസ് ആയിരിക്കും, പണ്ട് ഭയങ്കര പൊട്ടൻഷ്യലുള്ള കോയിൻസ് ആയിരിക്കും എന്ന് കരുതി ഈ ഒരു ബുൾ മാർക്കറ്റിൽ അതിന്റെ ബാക്കിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ട പല പോയിന്റ്സും ഉണ്ട്. അതിൽ സ്റ്റഡീസ് ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10x ഗ്രൂപ്പിൽ 20 കോയിൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് VRA, സോള്, ലിങ്ക് പോലുള്ള കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ 20 ഗ്രൂപ്പും 20 പോയിന്റ്സും വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മൾ പറയാം, നമുക്ക് ഒരുമിച്ച് തന്നെ മൂവ് ചെയ്ത് പോകാം. മൂന്നാമത് ഫ്യൂച്ചർ ട്രേഡും നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ വരും. പ്രത്യേകിച്ച് ഇനി ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മൾ കണ്ടതാണ് INJ $13 $51 ഉണ്ട്. ORD $21 ഏകദേശം 97 കണ്ട്. സോള് നമ്മൾ 80 ഏകദേശം 201 കണ്ട്. ലിങ്ക് നമ്മൾ ഏകദേശം $8-7 ഏകദേശം $27 കണ്ട്, അല്ലെങ്കിൽ 22. അങ്ങനെ പല കോയിൻസും നല്ല മൂവ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ പല കോയിൻസിലും നമുക്ക് ഫ്യൂച്ചർ ട്രേഡ്, പ്രത്യേകിച്ച് ആ സമയത്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടാർജറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം INJ ഒരു 13 ഇട്ട് ധൈര്യമായിട്ട് ഒരു 35 ടാർജറ്റ് വെക്കാൻ പറ്റുന്ന ഒരു സമയം കൂടി കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടി ലക്ഷ്യമാക്കിയിട്ട് വേണം മൂവ്. ഞാൻ നിങ്ങളോട് പറയാം, മാർക്കറ്റിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിറ്റ് കോയിൻ 16K ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ 16K നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ? BTC 60K ഉണ്ടാകുമ്പോൾ 6 മാസം ഞാൻ BTC 60K അല്ലെങ്കിൽ 48K ഉണ്ടായി കണ്ടിന്യൂ, പക്ഷെ അതിനുശേഷം BTC 100K ഞാൻ കണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ 60K എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ? നിങ്ങൾ അതിന് ബാക്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടീമിൽ നിങ്ങൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ആൾട്ട് കോയിൻ വാങ്ങുന്നുണ്ടോ എന്ന് വെച്ചായിരിക്കും നമ്മുടെ ഓരോ മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നും കൂടി പറയാണ്, ഈ പറയുന്ന 4 രൂപേന്റെ ചെയർ നമ്മൾക്ക് ഇപ്പൊ ആമസോണിൽ നിന്ന് വാങ്ങണോ, അല്ലെങ്കിൽ വീണ്ടും 15-16 രൂപയ്ക്ക് വാങ്ങി വീണ്ടും ഒരു 18 ആകുമ്പോൾ 1 രൂപയല്ലേ ലാഭമുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി നാൾ വെയിറ്റ് ചെയ്യാന്നാണ്. വീണ്ടും ഓഫർ പ്രൈസിലേക്ക് 4, 5, 6 എത്തുമ്പോൾ വീണ്ടും ഒരു 2-3 കൊല്ലം അക്യുമുലേറ്റ് ചെയ്യുന്ന രീതി ആവണോ എന്നും കൂടി ചിന്തിക്കേണ്ട സമയം എടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ബൈ.